ഈ ഷോർട്സ് നിങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. ഇന്നൊരു മോൾ ചോദിച്ച ചോദ്യമാണ്. പാസ്റ്റർ കഴിഞ്ഞ ദിവസത്തിലെ മെസ്സേജിൽ പറഞ്ഞു പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ക്ലാസ്സിൽ അതിന് വില കൊടുക്കണമെന്ന്. എങ്ങനെയാണ് വില കൊടുക്കേണ്ടതെന്ന് അതിന് ഞാനിപ്പോഴും ബാൽക്കണിയിൽ നിന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. യേശു പലപ്പോഴും ഉപമകളിലൂടെയാണല്ലോ സംസാരിച്ചത്. നിങ്ങൾ എൻ്റെ തോട്ടം കണ്ടല്ലോ, തോട്ടമല്ല എൻ്റെ ഗാർഡൻ. ഓക്കെ, ഇത് ഞാൻ എന്നും നാട്ടിൽ പോകാത്ത സമയത്തെല്ലാം ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇവരെ ഞാൻ പരിചരിക്കാറുണ്ട്, ഇവരുടെ അടുത്ത് വന്നിരിക്കാറുണ്ട്, ഇവരോട് സംസാരിക്കാറുണ്ട്, ഇവരുടെ കൂടെ കാര്യങ്ങളൊക്കെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഈ തോട്ടം ആയിരിക്കുന്നത്. നിങ്ങളെ ആ തോട്ടം കാണിച്ചിട്ട് ബാക്കി കാര്യം പറയാം. അങ്ങനെ ഞാൻ എൻ്റെ ബാക്കിൽ ഇവിടെ വരെയും ഉണ്ട് ഇങ്ങനെ കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഞാൻ ഇതിലൂടെ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആ മോളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്. ഇതൊക്കെയും ഈ ചെടിയിൽ എനിക്ക് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഇവിടെ തുടയ്ക്കാൻ പറ്റും, അപ്പോൾ കുറച്ചുകൂടെ ക്ലീൻ ആവും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരെ നീറ്റായി വയ്ക്കും. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ നെയ്ബറായ അപ്പുറത്ത് മറ്റൊരു രാജ്യക്കാരിയാണ്, അവളുടെ ബാൽക്കണിയിൽ ഇത് കണ്ടുകൊണ്ട് അവളും പോയി ചെടി വാങ്ങിച്ചുകൊണ്ടുവന്ന് അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് അവളോട് പറയും വെള്ളം ഒഴിക്കുന്നൊക്കെ പറയും, പക്ഷെ അവളിവിടെ ഇല്ല. അവരതിന് കെയറേ ചെയ്യുന്നില്ല, അവർക്കത് ഇമ്പോർട്ടൻ്റേ അല്ല. അപ്പോൾ ഇതുപോലെ അവർക്ക് പരിചരിക്കാൻ പറ്റില്ല, കാരണം അവൾ ബിസിയാണ്, ജോലി ചെയ്യുന്നവളാണ്. അതിന്ന് നിങ്ങൾ നോക്കിക്കോളൂ, കരിഞ്ഞ ഒരവസ്ഥയിലിരിക്കുകയാണ്. ഒരില പോലും പച്ച വന്നിട്ടില്ല. ഉണ്ടായിരുന്ന ഇലയും കൂടെ ഉണങ്ങിക്കരിഞ്ഞ് കാണാൻ പറ്റുമല്ലോ അപ്പുറത്തെ ബാൽക്കണിയിൽ. അവിടെ വേറൊരു ചെടി ഇരിക്കുന്നതാണെങ്കിൽ ഫുള്ള് ഡ്രൈ ആയി വല്ലാത്തൊരവസ്ഥയിലിരിക്കും. അപ്പോഴേ ഞാനിത് പറഞ്ഞത്, നമ്മൾ ഇങ്ങനെയാണ് അതിനെ വില കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആത്മാവിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരു ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചുവെങ്കിൽ അതെന്താണ് അഭിഷേകമെന്ന് പറയുന്നത്? കർത്താവിൻ്റെ ആ ശക്തി, സാന്നിധ്യം, ഫുൾ കൺട്രോൾ കർത്താവ് നമ്മളെ ഏറ്റെടുക്കണം. പിന്നെ നമ്മുടെ ജഡത്തെ ജയിക്കണം, ആത്മാവിലൂടെ നമ്മൾ ജയിക്കണം. അത് എവ്രി ടൈം റീഡിങ് വേർഡ് ഓഫ് ഗോഡ്, അതിലൂടെയും പ്രാർത്ഥനയിലൂടെയും, പിന്നെ നമ്മുടെ വാക്ക് ബൈ ഫെയ്ത്ത്. ജെയിംസ് 1 പറയുന്ന പോലെ വിശ്വസിക്കുക മാത്രമല്ല, 22:26 കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ എഴുതിയിരിക്കുന്നു, ആ വിശ്വാസത്തിൻ്റെ ഒരു നടപ്പുണ്ട്, അതിനനുസരിച്ച് നമ്മൾ വാക്ക് ചെയ്യണം. അപ്പോഴാണ് അത് ഗ്രോ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെവർ ഗിവ്